സദസ്സിന് നമസ്കാരം. നമ്മുടെ സ്കൂളിൻ്റെ 98ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന ഒരു മഹത്തായ ഒരു ചടങ്ങിലാണ് നമ്മളേവരും ഇരിക്കുന്നത്. നമ്മുടെ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചോമ്പാൽ സബ് ജില്ലയിൽ തന്നെ ഏറ്റവും ഭൗതിക സാഹചര്യത്തിലും അതോടൊപ്പം തന്നെ അക്കാദമിക നിലവാരത്തിലും മറ്റ് പാഠ്യേതര പ്രവർത്തനങ്ങളിലും വളരെ നന്നായി പ്രവർത്തിച്ചു വരുന്ന ഒരു സ്കൂളാണ് നമ്മുടെ മുതോടുത്തുര MLP സ്കൂൾ. നമ്മുടെ മാനേജ്മെൻറ്റ് നമുക്ക് എല്ലാ അക്കാദമിക സൗകര്യങ്ങളും സ്മാർട്ട് ക്ലാസ് റൂമുകളും ഒക്കെ ഇതിനകം തന്നെ നൽകി കഴിഞ്ഞു. നമുക്കൊരു ഡൈനിങ് ഹാളിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അതിൻ്റെ പണിയും ഈ വർഷം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളിലും നമ്മുടെ മാനേജ്മെൻറ്റ് എന്നും നമ്മുടെ കൂടെ എല്ലാ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകിക്കൊണ്ട് എപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു പരിപാടി ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട നമ്മുടെ വാർഡ് മെമ്പറെ ഹൃദയപൂർവ്വം ഈ സദസ്സിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് വേണ്ടി ഇവിടെ സന്നിഹിതനായിട്ടുള്ള VK അബ്ദുള്ള അവർകൾ, ടി നവാസ് മാസ്റ്റർ, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ ബഷീർ എടച്ചേരി സർ, ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് CK ഇസ്മായിൽ, എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട CK ഇസ്മായിൽ അവരുകളെ ബഹുമാന പുരസ്സരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സ്റ്റേജിലിരിക്കുന്ന നമ്മുടെ വാർഡ് മെമ്പർ സമീർ മാസ്റ്റർ, നമ്മുടെ വർക്കിംഗ് മാനേജർ ബഷീർ മാസ്റ്റർ, ഹെഡ് മാസ്റ്റർ റഹിഹാൻ ടീച്ചർ, മദ്രസ കമ്മിറ്റിയുടെ ട്രഷറർ അബ്ദുള്ള വടക്കേട്, ജോയിൻറ്റ് സെക്രട്ടറി നവാസ് മാഷ്, മറ്റു അധ്യാപകരെ, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നാട്ടുകാരെ, വിദ്യാർത്ഥിനികൾ, എന്തായാലും കുറച്ച് ദിവസം മുന്നേ ഇവിടെ ഒരു കമ്മിറ്റി വിളിക്കുകയും നമ്മുടെ സ്കൂൾ വാർഷികം അതിവിപുലമായി നടത്തണമെന്ന് ഇവിടുത്തെ മാനേജർ ഉൾപ്പെടുന്ന കമ്മിറ്റിയിൽ നമ്മൾ ആവശ്യപ്പെടുകയും നമ്മളോട് നല്ല രീതിയിൽ തന്നെ ഈ വർഷത്തെ വാർഷികം ആഘോഷിക്കണമെന്ന് പ്രിയപ്പെട്ട മാനേജർ നമ്മളോട് പറഞ്ഞതുകൊണ്ടാണ് ഇത്ര വലിയ ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചത്. ഈ പരിപാടിയിൽ എത്തണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഡേറ്റ് ആദ്യം തീരുമാനിച്ചത് പ്രകാരം പിന്നീട് മാറ്റിയത്. പക്ഷേ അദ്ദേഹത്തിന് എന്തോ അർജൻറ്റ് മീറ്റിംഗ് അവിടെ നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ വരാൻ സാധിക്കാത്തത് എന്ന് മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്കൂളിൻ്റെ പാഠ്യേതര പദ്ധതികളിൽ നമ്മൾ ഇവിടുന്ന് നല്ല വിദ്യാഭ്യാസം നൽകി മറ്റു സ്കൂളുകളിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ പറഞ്ഞയക്കുക എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഈ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഇതുവരെ മുന്നോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അധ്യാപകർ നമ്മളോട് ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും 100% നമ്മൾ നിർവഹിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ തിരിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാൻ അവർ ഏറെ പണിപ്പെട്ട് നമുക്ക് നല്ല വിദ്യാർത്ഥികളെ വാർത്തെടുക്കാൻ നമ്മോടൊപ്പം നിൽക്കുന്നുമുണ്ട്. ഈ ഒരു പരിപാടി നമ്മൾ തീരുമാനിച്ചത് മുതൽ വളരെ ഗംഭീരമായ പരിപാടികളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. നമ്മളൊക്കെ കണ്ടതാണ്. ചെറിയ LKG UKGയിലുള്ള വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ്സിലൊക്കെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഓരോ പരിപാടികളും വളരെ ഗംഭീരമായതാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അധ്യാപകരോടും ഇത് പഠിപ്പിച്ച ടീച്ചർമാരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഈയൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ നമ്മളോടൊപ്പം മാനേജ്മെൻറ്റിൻ്റെ കൂടെ നിന്ന മുഴുവൻ അധ്യാപകരെയും മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് വേണ്ടിയും അതുപോലെ തന്നെ PTA പ്രസിഡന്റ് എന്നുള്ള നിലക്കും എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. കൂടുതൽ സംസാരിച്ച് നിങ്ങളുടെ സമയം കവർന്നെടുക്കുന്നില്ല. നമ്മൾ അടുത്ത അധ്യയന വർഷം മുതൽ ഈ സ്കൂളിൽ LKG UKG
വളരെ മികച്ച രീതിയിൽ നമ്മുടെ കേരളത്തിൽ ഇന്ന് പുറത്ത് നടക്കുന്ന LKG UKG വിദ്യാഭ്യാസം തന്നെ ഈ സ്കൂളിലും നൽകിക്കൊണ്ട് നമ്മൾ അടുത്ത അധ്യയന വർഷം മുതൽ ഇവിടെ ഒരു പുതിയ ഒരു തുടക്കം നമ്മൾ കുറിക്കുകയാണ്. അത് ഈ ഇവിടെ നിൽക്കുന്ന എല്ലാ രക്ഷിതാക്കളും ഉൾക്കൊണ്ടുകൊണ്ട് ഈ സ്കൂളിലേക്ക് നിങ്ങളുടെ മക്കളെ ഈ സ്കൂളിലേക്ക് അയച്ചുകൊണ്ട് ഈ സ്കൂളുമായി സഹകരിക്കുക. നമ്മൾ ഇവിടെ ഇപ്പോൾ 185-190 കുട്ടികളാണുള്ളത്. അതിൽ പകുതി കുട്ടികളും പുറത്തു നിന്ന് വരുന്ന കുട്ടികളാണ്. നമ്മുടെ നാടിൽ നിന്ന് കുട്ടികൾ പുറത്തു പോയി പഠിക്കുകയും പുറത്തുള്ള കുട്ടികൾ നമ്മൾ സ്കൂളിലേക്ക് വന്ന് പഠിക്കുന്ന ഒരു അവസ്ഥ വിശേഷമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അത് മനസ്സിലാക്കി ഈ സ്കൂളിൽ നല്ല വിദ്യാഭ്യാസം അതുപോലെ തന്നെ പുറത്ത് നൽകുന്നതിനേക്കാൾ കൂടുതൽ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ആവശ്യപ്പെടുന്ന എല്ലാ സൗകര്യങ്ങളും നൽകുവാൻ ഇവിടുത്തെ മാനേജ്മെൻറ്റ് എപ്പോഴും തയ്യാറാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ കുട്ടികളെയും നമ്മളെ ഈ ഒരു സ്കൂളിലേക്ക് പറഞ്ഞയച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഒരു കാരണവശാലും ഖേദിക്കേണ്ടി വരില്ല. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും മറ്റു കളിസ്ഥലങ്ങളായാലും എല്ലാം ഒന്നിലുപരി ഇവിടെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത് തന്നെ കിച്ചണിൻ്റെ പണി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഹൈടെക് കിച്ചണാണ് നമ്മൾ എടുക്കുന്നത്. അതുകൂടാതെ അതിൻ്റെ പണി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കളിസ്ഥലം ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും കുട്ടികളെ അടുത്ത അധ്യയന വർഷം മുതൽ ഈ സ്കൂളിൽ ചേർത്ത് നമ്മുടെ ഈ ഒരു വിദ്യാലയം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വിദ്യാലയമാക്കി മാറ്റണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായി നമ്മളോട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ KM സമീർ മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ ഈ വാർഷികാഘോഷത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് CK ഇസ്മായിൽ, നമ്മുടെ ഈ പരിപാടിയിൽ സ്വാഗതം പറഞ്ഞ ഹെഡ്മിസ്ട്രസ് റെയ്ഹാനത്ത് ടീച്ചർ, വർക്കിംഗ് മാനേജർ ബഷീർ മാസ്റ്റർ, VK ഔൽക്ക, റാഷിദ് മാസ്റ്റർ, ബിന്ദു ടീച്ചർ, റഹീം മാസ്റ്റർ അടക്കമുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷനിർഭരമായ ഒരു വാർഷികാഘോഷമാണ്. ചെറിയ പിഞ്ചു കുട്ടികൾ പാട്ടിനനുസരിച്ച് വളരെ മനോഹരമായി ഡാൻസും നൃത്തവും കളിക്കുന്ന വളരെ മനോഹരമായ കാഴ്ച. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള അധ്യാപകന്മാരും അതുപോലെ ബന്ധപ്പെട്ട ആളുകളെയും ആദ്യമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സ്കൂൾ 98 വർഷങ്ങളായി നിലനിൽക്കുന്നു. തീർച്ചയായും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പുറമേരി പഞ്ചായത്തിലെ ഒരുപക്ഷെ ചോമ്പാൽ സബ് ജില്ലയിലെ ഏറ്റവും അക്കാദമിക് നിലവാരം പുലർത്തുന്ന പാഠ്യേതര രംഗങ്ങളിൽ മികവുറ്റ വിജയം പുലർത്തുന്ന ഒരു സ്ഥാപനമായി നമ്മുടെ സ്ഥാപനം മാറിയിട്ടുള്ള തീർച്ചയായും ഇവിടെയുള്ള നാട്ടുകാരുടെയും അധ്യാപകരുടെയും വിശിഷ്യ തൻ്റെ സമ്പത്തും സമ്പാദ്യവും നമ്മുടെ നാട്ടിലുള്ള വിദ്യാലയത്തിന് വേണ്ടി ചെലവഴിക്കാനും നമ്മുടെ നാട്ടിലൊരു മികച്ച വിദ്യാലയം മികച്ച സൗകര്യത്തോടു കൂടി ഉണ്ടാക്കണമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട മാനേജർ നെസ്റ്റോ സദ്ദീഖ് അടക്കമുള്ള ആളുകളുടെ ആത്മാർത്ഥമായ ശ്രമം കൊണ്ടാണ് നമ്മുടെ മുതുവടത്തൂരിൽ ഈ ഒരു സ്ഥാപനം എന്തുകൊണ്ടും മാതൃകാപരമായി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുന്നത്. നമുക്കറിയാം, ഈ വിദ്യാലയത്തിൽ കുട്ടികൾക്ക് വളരെ മനോഹരമായി കളിക്കാനുള്ള കിഡ്സ് പാർക്ക്, വളരെ മനോഹരമായ ബിൽഡിങ്ങുകൾ, എല്ലാ സൗകര്യങ്ങളോടെയുള്ള ബിൽഡിങ്ങുകൾ, അതുപോലെ ഇപ്പം നിർമ്മാണം തുടരുന്ന നമ്മുടെ ഫുഡ് കോംപ്ലക്സ്, വളരെ മനോഹരമായി ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം, എല്ലാ സർവാത്മകമായിട്ടുള്ള പുരോഗതി വിദ്യാഭ്യാസത്തിലൂടെ നേടാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും നമ്മുടെ മാനേജ്മെൻറ്റ് തീർച്ചയായും ഒരുക്കി തരുന്നുണ്ട്. തീർച്ചയായും ഈ സ്കൂളിൻ്റെ ലക്ഷ്യം ഇവിടെ വരുന്ന വിദ്യാർത്ഥികൾ അസംതൃപ്തരായി തിരിച്ചു പോകരുത്. എല്ലാ മികച്ച സൗകര്യങ്ങളോടും അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഏറ്റവും നല്ല സ്മാർട്ടോടെ പഠിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള സ്മാർട്ട് ക്ലാസ്സുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഈ വിദ്യാലയം തീർച്ചയായും നമ്മുടെ പ്രദേശത്ത് വളരെ ഗാംഭീര്യത്തോടെ ഈ വിദ്യാലയം നിലനിൽക്കേണ്ടത് അനിവാര്യമാണ്. ഈ സന്ദർഭത്തിൽ മുഴുവൻ ആളുകളുടെയും സഹകരണം അനിവാര്യമാണ് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. തീർച്ചയായും ഈ വാർഷികാഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു ഉത്സവമായി
മുഴുവൻ ആളുകളും ജാതി മത വർഗഭേദമന്യേ മുഴുവൻ ആളുകളും പങ്കെടുക്കുന്ന ഒരു കൂട്ടായ്മയുടെ, ഒരു സ്നേഹം പങ്കുവെക്കലിൻ്റെ, വളരെ മനോഹരമായ മാധുര്യത്തിൻ്റെ ഒരു നവോന്മേഷമായി ഈ വാർഷികാഘോഷം മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെയൊക്കെ അനുവാദത്തോടു കൂടി ഈ പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി നമ്മളോട് ആശംസ അർപ്പിച്ചുകൊണ്ട് 1 മിനിറ്റ് മാത്രമേ ഓരോരുത്തർ എടുക്കൂ. നിങ്ങളാരും ബുദ്ധിമുട്ടേണ്ടതില്ല. നമ്മുടെ മദ്രസ കമ്മിറ്റിയുടെ ജോയിൻറ്റ് സെക്രട്ടറി നവാസ് മാഷെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ PTA പ്രസിഡന്റ് കൂടിയായിട്ടുള്ള CK ഇസ്മായിൽ, ഉദ്ഘാടകൻ സമീർ മാസ്റ്റർ, ഹെഡ് മിസ്ട്രസ് റയാനത്ത് ടീച്ചർ, ബഷീർ മാഷ്, VK അബ്ദുൽ ഉൾപ്പെടെയുള്ള സ്റ്റേജിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, മുതോടത്തൂർ മാപ്പിള LP സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം 98ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു സന്തോഷ മുഹൂർത്തത്തിലാണ് നാം നിലകൊള്ളുന്നത്. നമുക്കറിയാം, ഒരു വിദ്യാലയം എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിൻ്റെ ഐക്കണായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. നമുക്കറിയാം, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള, അതല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പ്രൈമറി തലത്തിലുള്ള വിദ്യാഭ്യാസമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയാലും അതേപോലെ എക്സ്ട്രാ കരിക്കുലർ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് തന്നെ ചോമ്പാൽ സബ് ജില്ലയിൽ തന്നെ ഏറ്റവും ഉന്നതമായ നിലവാരം പുലർത്തുന്ന ഒരു സ്കൂളാണ് നമ്മുടെ ഈ LP സ്കൂൾ. നമുക്കറിയാലോ, ഒരു വിദ്യാലയത്തെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ആ വിദ്യാലയത്തിൻ്റെ മേന്മ എന്ന് പറയുന്നത് ഒന്ന് അവിടെയുള്ള അധ്യാപകരാണ്. വളരെ മികച്ച അധ്യാപകരും അതേപോലെ തന്നെ ഈ ഫെസിലിറ്റി ഇവിടെ ഒരുക്കുന്ന കാര്യത്തിൽ ഇതര പ്രദേശങ്ങളിലുള്ള മാനേജ്മെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യാതൊരു വിധത്തിലുള്ള താല്പര്യങ്ങളും ഇല്ലാതെ തന്നെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, എല്ലാവർക്കും മാതൃകയാകാൻ പറ്റുന്ന ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് നമ്മുടെ സ്കൂളിനുള്ളത്. ഓരോ വർഷവും നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോന്ന് നേരത്തെ PTA പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നൂതനമായിട്ടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും ആസൂത്രണം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നൊരു രീതിയാണ് നമുക്കുള്ളത്. കൂടുതലായി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. തുടർന്നും ഈ വിദ്യാലയത്തിൻ്റെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും സമയപരിമിതി കൊണ്ടും കൂടുതലായി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പരിപാടിക്ക് മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ പേരിലും സ്വന്തം പേരിലും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി നമ്മോട് സംസാരിക്കാൻ വേണ്ടി ബഷീർ മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ ഈ യോഗാധ്യക്ഷൻ CK ഇസ്മായിൽ സാഹിബ്, വേദിയിലിരിക്കുന്ന VK അബ്ദുള്ള സാഹിബ് അടക്കമുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് കാലത്ത് 10:30 മണിക്ക് തന്നെ തുടങ്ങിയ പരിപാടിയാണ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വർണ്ണശബളമായ വാർഷിക പരിപാടിയുടെ ഒരു ഉദ്ഘാടന സമ്മേളനം നേരത്തെ PTA പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മുടെ പ്രദേശത്തുള്ള ഒരുപാട് പ്രമുഖ വ്യക്തിത്വങ്ങളെയൊക്കെ പങ്കെടുപ്പിച്ച് കുറച്ചുകൂടി വിപുലമായിട്ടാണ് നടത്തേണ്ടിയിരുന്നത്. പക്ഷേ നമുക്കറിയാം, ഇന്ന് കാലത്ത് തുടങ്ങിയിട്ട് പോലും ഇനിയും ഒരുപാട് പരിപാടികളുടെ കുട്ടികളുടേത് ബാക്കിയാണ്. അപ്പം നമ്മുടെ സമയം കണക്കിലെടുത്താണ് ഹ്രസ്വമായ രീതിയിൽ ഈ ഒരു ഉദ്ഘാടന സമ്മേളനം ഇവിടെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ 1 മിനിറ്റ് മാത്രം അനുവദിച്ച ഈ ഒരു ആശംസാ പ്രസംഗത്തിൽ ഒന്നും പറയുന്നില്ല. പക്ഷേ ഒറ്റ കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പ്രദേശത്തെ ചോമ്പാൽ സബ് ജില്ലയിൽ എന്നല്ല, കോഴിക്കോട് ജില്ലയിൽ തന്നെ ഏറ്റവും
ഏറ്റവും മികച്ച ഭൗതികവും അതേപോലെ തന്നെ അക്കാദമികവുമായ അന്തരീക്ഷം നിലനിൽക്കുന്ന വിദ്യാലയങ്ങളിലൊന്നാണ് നമ്മുടെ മുതുവടത്തൂർ MLP സ്കൂൾ എന്ന് നമുക്ക് അഭിമാനപൂർവ്വം തന്നെ പറയാം. ഭൗതിക സാഹചര്യം കൊണ്ടും അതുപോലെ തന്നെ സ്കൂൾ പഠന സമ്പ്രദായവും ഒക്കെ നോക്കുമ്പോൾ ഏറ്റവും നമ്മുടെ പ്രദേശത്തിൻ്റെ ചുറ്റുപാടുള്ള സ്കൂളുകളെ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും മികച്ചു നിൽക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം സാധാരണഗതിയിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ, പ്രത്യേകിച്ചും LP സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ മികവ് അളക്കുന്ന ഒരു അളവുകോലാണ് വാർഷികമായിട്ട് LP സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ എഴുതുന്ന ഒരു വാർഷിക പൊതുപരീക്ഷയായ LSS, ലോവർ സ്കൂൾ സർട്ടിഫിക്കറ്റ്. ആ പരീക്ഷയിൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് 5 കുട്ടികൾ LSS ജേതാക്കളാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. വരും വർഷം അതിലും കൂടുതൽ ലഭിക്കുന്ന രീതിയിൽ തന്നെ നമ്മുടെ ഇവിടെ കൃത്യമായ പരിശീലനം, അവർക്ക് രാത്രി ക്ലാസ് ഉൾപ്പെടെയുള്ള പരിശീലനം നൽകുന്നതാണ്. മറ്റൊരു അളവുകോലാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന, ഇവിടെ നിന്ന് ലഭിക്കുന്ന ഇംഗ്ലീഷിൽ ലഭിക്കുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു ഇംഗ്ലീഷ് കിറ്റ് എടുത്തു പറയേണ്ടതാണ് എന്ന് തോന്നിയത് കൊണ്ട് മാത്രം ഒരിക്കൽ കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. സ്വാഭാവികമായിട്ടും പ്രൈമറി സ്കൂളിൽ ഇത് പരിശീലിപ്പിച്ച ഒരു പ്രഗത്ഭ അധ്യാപകൻ്റെ തന്നെ ഒരു അഭിപ്രായം ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. പ്രൈമറി സ്കൂളിൽ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അല്ലാത്ത ഒരു മലയാളം മീഡിയം സ്കൂളിൽ ഇത്ര നന്നായിട്ട് ഇങ്ങനെ സ്കിറ്റ് അവതരിപ്പിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അത്തരം സ്കിറ്റുകളിലൊക്കെ നമുക്ക് കുട്ടികളുടെ അഭിനയം മാത്രമേ കാണാൻ പറ്റാറുള്ളൂ. അവിടെ ഡബ്ബിംഗ് എന്ന് പറയുന്ന രീതിയിൽ സംസാരം നമ്മളിങ്ങനെ സ്പീക്കറിൽ വരും, സംസാരം ഓഡിയോ ആയിരിക്കും, കുട്ടികളൊന്നും പറയുന്നില്ല. പക്ഷേ ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മളെ കുട്ടികൾ തന്നെ ഇംഗ്ലീഷിൽ അവരുടെ ആശയവിനിമയം ആ പരിപാടിയിലൂടെ നടത്തുന്ന കാര്യമാണ് നമ്മൾ കാണാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് അടുത്ത വർഷം മുതൽ ഞങ്ങൾ എല്ലാ ക്ലാസ്സുകളിലും ഇംഗ്ലീഷ് മീഡിയം എന്ന് പറയുമ്പോൾ ഇത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളല്ല, അങ്ങനെ നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റില്ല. സർക്കാരിൻ്റെ സ്കൂൾ ആയതുകൊണ്ട് 2 ഡിവിഷനുള്ളപ്പോൾ ഒരു ഡിവിഷൻ ഇംഗ്ലീഷ് മീഡിയം നടത്താൻ പറ്റൂ. എങ്കിൽ പോലും മലയാളം മീഡിയം നടക്കുന്ന ക്ലാസ്സുകളിൽ പോലും ഇംഗ്ലീഷിന് സ്പെഷ്യലായിട്ട് നല്ല കോച്ചിങ് കൊടുക്കാൻ ചില പദ്ധതികൾ നമ്മൾ അടുത്ത അധ്യയന വർഷം മുതൽ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുന്നത്, ഇത്ര മനോഹരമായ ഒരു വിദ്യാലയം നമ്മളിവിടെ നമ്മുടെ പ്രിയപ്പെട്ട സിദ്ദീഖ് ഇവിടെ പറഞ്ഞല്ലോ. സിദ്ദീഖിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം നമ്മുടെ മാനേജറായിട്ട് സിദ്ദീഖ് വളരെ താല്പര്യമെടുത്താണ് തൻ്റെ പ്രദേശത്ത് വിദ്യാഭ്യാസപരമായിട്ട് ഉന്നതിയിലെത്തുന്ന കുറേ ചെറുപ്പക്കാരുണ്ടാകണം എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലൊരു സംവിധാനം ഇവിടെ ഒരുക്കി തന്നത്. LP സ്കൂളാണല്ലോ ബാലപാഠം. ഇവിടുന്ന് നന്നായിട്ട് വിദ്യാഭ്യാസം ലഭിച്ചു പോകുന്ന കുട്ടികളായിരിക്കും മികച്ച വിദ്യാർത്ഥികളും മികച്ച ജോലിക്കാരും ഒക്കെ ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ലക്ഷ്യം കണ്ടുകൊണ്ട് തന്നെ വളരെ നൂതനമായ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് അടുത്ത അധ്യയന വർഷം മുതൽ ഞങ്ങൾ ചില പദ്ധതികൾ ആരംഭിക്കുകയാണ്, നടപ്പാക്കാൻ പോവുകയാണ്. ഈ കാര്യം ഒരു പബ്ലിസിറ്റി നിങ്ങൾ നൽകുകയും നമ്മുടെ പ്രദേശത്ത് നിന്നും മറ്റു വിദ്യാലയങ്ങളിലേക്ക് പോകാതെ, ഒരു പ്രദേശത്തുള്ള സ്കൂളിനെ നിലനിർത്തേണ്ട ആ പ്രദേശത്തുകാരാണല്ലോ. അപ്പം നമ്മളെ പ്രദേശത്തു നിന്ന് പോലും മറ്റു വിദ്യാലയങ്ങൾക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, അതുണ്ടാവാൻ പാടില്ല എന്ന് മാത്രം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഒരു വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാം, നമ്മൾ അധ്യാപകർ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. അധ്യാപകരും വിദ്യാർത്ഥികളും അതേപോലെ തന്നെ രക്ഷിതാക്കളും സമൂഹം ഒന്നടങ്കം, ഒരു നാട്ടുകാരൊന്നടങ്കം ഒത്തുചേർന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ നമുക്ക് ഒരുപാട് ഒരുപാട് വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നതങ്ങളിൽ നമ്മളെ പ്രദേശത്തുള്ള കുട്ടികളെ എത്തിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ, അതിന് പടച്ച തമ്പുരാൻ നമുക്ക് അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. അടുത്തതായി നമ്മളോട് 1 മിനിറ്റ് ബിന്ദു ടീച്ചർ സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ആരും മുഷിയരുത്, കാരണം നമ്മളൊരു പരിപാടി നടക്കുമ്പോൾ ഇത് നിർബന്ധമാണ്, ഇങ്ങനത്തെ ഒരു പരിപാടി. അതുകൊണ്ടാണ് വെട്ടിച്ചുരുക്കി ഓരോരുത്തർക്കും ഓരോ മിനിറ്റ് മാത്രം കൊടുക്കുന്നത്. അതിനുവേണ്ടി ബിന്ദു ടീച്ചറെ ക്ഷണിക്കുന്നു.
ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ CK ഇസ്മായിൽ അവർകൾ, ഉദ്ഘാടകൻ ശ്രീ സമീർ മാസ്റ്റർ, പ്രധാന അധ്യാപിക റൈഹാനത്ത് ടീച്ചർ, ബഷീർ മാഷ്, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള നാട്ടുകാരെ, കുട്ടികളെ, നമ്മുടെ 98ാം വാർഷിക ആഘോഷ പരിപാടികളാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മുടെ PTA പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു പിന്തുണയുടെ കൂടി തന്നെയാണ് നമ്മൾ ഈ പരിപാടി ഇന്ന് ഇത്രയും വലിയ ആഘോഷത്തിൽ നടത്താൻ നമുക്ക് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ എത്രയോ ദിവസത്തെ അധ്വാനത്തിൻ്റെ അവർ അത്രയും രാവിലെയും വൈകുന്നേരവും സ്കൂൾ വിട്ടതിന് ശേഷവും അവർ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യുകയാണ്. വളരെ ക്ഷീണിച്ച്, നമുക്കറിയാം മദ്രസയിലെത്തുന്ന 6:45 കുട്ടികൾ വൈകുന്നത് വരെ ഒരു 6 മണി വരെ നമ്മുടെ ഈ പരിപാടികൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ആണ് ഇന്നിവിടെ ഈ പരിപാടികൾ അവതരിപ്പിക്കുന്നത്. അവരിൽ വരുന്ന തെറ്റുകുറ്റങ്ങൾ നിങ്ങൾ ക്ഷമിക്കും. മാത്രവുമല്ല, അവർക്ക് ഏറ്റവും വലിയ പ്രോത്സാഹനം നിങ്ങൾ നൽകുകയും വേണം. ഇപ്പം നമ്മുടെ മക്കൾക്ക് ഇനിയുള്ള പരിപാടികളും വളരെ സന്തോഷപൂർവ്വം ആഘോഷപൂർവ്വം നടത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി നന്ദി പ്രകാശമാണ്. അതിനു മുമ്പേ ഒരു കാര്യം കൂടി, നമ്മുടെ ഈ ഒരു പരിപാടി, ഏതൊരു പരിപാടി ഈ മദ്രസ അങ്കണത്തിൽ അല്ലെങ്കിൽ മുതുവടത്തൂരിൽ നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ മുമ്പിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തരുന്ന ഒരു വ്യക്തിയുണ്ട്. പക്ഷെ അദ്ദേഹം ഒരിക്കലും സ്റ്റേജിൻ്റെ മുകളിൽ വരാറില്ല. നമ്മളെ പ്രിയപ്പെട്ട ഫൈസൽ കല്ലുള്ളത്, അദ്ദേഹം ഓരോ സംഭവവും വിളിച്ച് എന്തൊക്കെ കാര്യങ്ങൾ എല്ലാം മണിക്കൂറുകൾ ഇടവിട്ട് നമ്മളോട് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ഒരാളുകളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്ര വലിയ പരിപാടികളും ഇത്ര വലിയ മദ്രസകളും ഇത്ര വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് ഈ മുതുവടത്തൂരിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗം ഇവിടെ നമ്മൾ അറിയിക്കുകയാണ്. കാരണം അദ്ദേഹം ചെറിയ ഒരു പനി ഉള്ളത് കൊണ്ടാണ് ഈ ഇവിടെ കൂടുതൽ സമയം ചിലവഴിക്കാൻ സാധിക്കാത്തത്. എന്തായാലും അടുത്ത നന്ദി പറയാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട റാഷിദ് മാഷെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, നമ്മുടെ പ്രിയങ്കരനായ PTA പ്രസിഡന്റ് CK ഇസ്മായിൽ ക, നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ വാർഡ് മെമ്പർ സമീർ മാസ്റ്റർ, മറ്റ് സ്റ്റേജിലുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പിഞ്ചുകുട്ടികളെ, നാട്ടുകാരെ, ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ മാനേജ്മെൻറ്റ് ഇവിടെ ഭൗതികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഈ സ്കൂളിന് വേണ്ടി ഒരുക്കി തരുന്നുണ്ട്. ഞങ്ങൾ ഓരോ പ്രാവശ്യവും ഓരോ വർഷവും ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഓരോ കാര്യങ്ങൾ അത് കണ്ടറിഞ്ഞ് നമുക്ക് ചെയ്തു തരുന്നുണ്ട്. ഈ വർഷം നമ്മൾ ആവശ്യപ്പെട്ടതുപോലെ സ്കൂളിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു പാർക്ക് സജ്ജീകരിച്ച് തന്നു. അതേപോലെ നമ്മളൊരു ആവശ്യപ്പെട്ടതായിരുന്നു സ്കൂളിന് ഡൈനിങ് ഹാൾ, കുട്ടികൾ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു മനോഹരമായ ഡൈനിങ് ഹാൾ എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ പണി വാർഷികാഘോഷത്തിന് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്ത് തന്ന് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ഇങ്ങനെയൊരു മാനേജ്മെൻറ്റ് നമുക്ക് പൂർണ്ണ പിന്തുണ നൽകുമ്പോൾ ഞങ്ങളുടെ ഉത്തരവാദിത്തം ഏറെ വിലപ്പെട്ടതായി മാറിയിരിക്കുകയാണ്. ഞങ്ങൾ എന്ന് പറയാം 10 to 4 എന്ന രീതിയിലല്ലാതെ 24 മണിക്കൂറും ഈ സ്കൂളിന് വേണ്ടി മാറ്റിവെക്കേണ്ട ഒരു സ്ഥിതിയാണുള്ളത്. കാരണം മാനേജ്മെൻറ്റ് ഞങ്ങളോട് അത്രയും കടപ്പെട്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ മുഴുവൻ സ്റ്റാഫും അതിൻ്റെ വേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. ഇപ്പോൾ LSSൻ്റെ ക്ലാസ് ഇതൊക്കെ പറഞ്ഞു. LSS നമ്മൾ എല്ലാ വർഷവും LSS തുടങ്ങുന്ന ഒരു മാസം മുമ്പേ ഈവനിങ് ക്ലാസ്സും നൈറ്റ് ക്ലാസ്സും ഒക്കെ വെച്ചിട്ടാണ് LSSന് കുട്ടികളെ പ്രാക്ടീസ് കൊടുക്കാറുള്ളത്. അങ്ങനെ അക്കാഡമിക് പരമായിട്ടും അല്ലെങ്കിൽ പാഠ്യേതര വിഷയങ്ങളിൽ നമ്മളിപ്പോൾ ശാസ്ത്രമേള മറ്റ് പരിപാടികളിലൊക്കെ ചൊമ്പാൽ സബ് ജില്ലയിൽ റിസൾട്ട് വരുമ്പോൾ മുതുവടത്തൂർ MLP സ്കൂളിൻ്റെ പേര് ആ റിസൾട്ടിൽ ഉണ്ടാകാറുണ്ട്. ആദ്യത്തെ 5 മാത്സിൻ്റെ മേളയിലൊക്കെ
നമ്മളെ ആദ്യത്തെ ഒരു വർഷം നമുക്ക് ആദ്യത്തെ സ്ഥാനം തന്നെ കിട്ടിയിട്ടുണ്ട്. ചൊമ്പാൽ സബ് ജില്ലയിൽ നമ്മൾ ഏറ്റവും മുകളിലായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ പ്രാവശ്യവും ഞങ്ങൾ മികച്ചതായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ശാസ്ത്രമേളയിലും കലാമേളയിലും ഞങ്ങളുടെ പിഞ്ചു കുട്ടികൾ അതിനു വേണ്ടി ഞങ്ങൾ പറയുന്നത് പോലെ അവർ പ്രാക്ടീസിന് വരാറുണ്ട്. അതിൻ്റെ കഠിനമായിട്ട് അവർ പരിശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഇംഗ്ലീഷ് സ്കിറ്റിൻ്റെ കാര്യത്തിൽ തന്നെ കുട്ടികൾ ഈ ഒരാഴ്ചത്തോളമായിട്ട് വൈകുന്നേരമൊക്കെ നിന്നിട്ടാണ് ഈ പ്രാക്ടീസ് നടത്തിയത്. അവർ സ്വന്തമായിട്ട് ഇംഗ്ലീഷ് മാഷ് പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് സ്കിറ്റ് പലയിടത്തിലും അവതരിപ്പിക്കൽ ഡബ്ബിങ് രീതിയിലാണ്. പക്ഷേങ്കിൽ ഇവിടെ അവതരിപ്പിക്കുന്നത് കുട്ടികൾ തന്നെ ഇംഗ്ലീഷിൽ ഡയലോഗ് പറഞ്ഞിട്ടുള്ള ഒരു സ്കിറ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അത് നിങ്ങളെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ പരിപാടിയും തുടർന്ന് ഇനി 10ഓളം പരിപാടികൾ ഇവിടെ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മളെ സമയപരിധി കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മളുടെ ഇളയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മളെ പ്രിയപ്പെട്ട വാർഡ് മെമ്പർ സമീർ മാസ്റ്റർക്ക് ഈ സ്വാഗത സംഘം കമ്മിറ്റിയുടെ പേരിലും സ്കൂളിൻ്റെ പേരിലും മാനേജ്മെൻറ്റിൻ്റെ പേരിലും നന്ദി അർപ്പിക്കുന്നു. അതേപോലെ ഈ ഒരു പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ച നമ്മുടെ പ്രിയപ്പെട്ട PTA പ്രസിഡൻറ്റ് അവർക്കും നന്ദി അറിയിക്കുന്നു. സ്വാഗതം പറഞ്ഞ റിഹാൻ ടീച്ചർ, നമ്മളുടെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ബഷീർ മാഷ്, മാനേജ്മെൻറ്റ് ട്രഷറർ നവാസ് മാഷ്, VK അബ്ദുള്ള, മറ്റ് സ്റ്റേജിലുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. കൂടാതെ രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും നന്ദി അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും മുഴുവൻ പരിപാടി കഴിഞ്ഞിട്ടേ പോകാൻ പാടുള്ളൂ. നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ സ്കിറ്റാണ് അടുത്തതായി ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. ഉദ്ഘാടന സെഷൻ ഇതോടെ അവസാനിച്ചു. അടുത്തതായി